വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുകയാണ്. അതേപോലെ തന്നെ നിങ്ങൾ എല്ലാവരും വീട്ടിൽ സേഫ് ആണെന്നും കരുതുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള നല്ലൊരു കിടിലൻ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ ഈ റോ കാഷ്യൂ നെട്ടില്ല, അപ്പോൾ അതുകൊണ്ടുള്ളൊരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോണത്. അതിനെന്താ വെച്ചാൽ ഈ പറങ്കി മാങ്ങ, കശു മാങ്ങ എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ ഇന്ന് അതിനെപ്പറ്റി ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് തൊട്ട് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ആ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടിപ്പുറത്ത് ബെൽ ബട്ടൺ ഒന്ന് അനേബിൾ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിലോ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയറും ചെയ്യുക. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞ പോലെ ഇതാണ് കശുവണ്ടി. അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് കറി ഉണ്ടാക്കാൻ പോണത്. ഇതിൽ നമ്മൾ മുള വന്നതാണ് എടുക്കേണ്ടത്. കറി ഉണ്ടാക്കാൻ വേണ്ടി മുള വന്നതാണ് എടുക്കേണ്ടത്. മുള വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ പച്ചവെള്ളത്തിൽ ഇട്ട് വയ്ക്കാവുന്നതാണ്. അപ്പോൾ എളുപ്പത്തിൽ മുള വരും ഇതിൻ്റെ. പിന്നെ ഇത് കുറച്ച് പണിയൊക്കെ ഉണ്ട് കേട്ടോ എടുക്കാൻ. ഇതിങ്ങനെ പൊളിക്കുകയൊക്കെ വേണം. അതിനുള്ളിലെ സാധനം പൊളിച്ച് ബുദ്ധിമുട്ടുള്ള സംഭവമാണിത്. പൊളിക്കുമ്പം എന്താ പറയുക, കൈ പൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ സേഫ്റ്റി മെഷർ എടുത്തിട്ട് വേണം പൊളിക്കാൻ. അല്ലെങ്കിൽ കയ്യിൽ ഗ്ലൗസോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേണം പൊളിക്കാൻ. അതുപോലെ പൊളിക്കുമ്പോൾ ശ്രദ്ധിക്കണം, മുഖത്ത് തെറിക്കാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം. കാരണം ഇത് പൊള്ളാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് പൊളിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം പൊളിക്കാൻ. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം എങ്ങനെയാണ് എന്നുള്ളത്. സോ ഫ്രണ്ട്സ്, ഇതിങ്ങനെയാണ് പൊളിക്കണത്. ഇത് നമ്മുടെ കശുവണ്ടി പൊളിച്ച് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിത് ചൂടുവെള്ളത്തിലേക്ക് ഇടണം. ചൂടുവെള്ളത്തിലേക്ക് ഇടുമ്പോൾ ഈ കാണുന്ന തൊലിയൊക്കെ ഇല്ലേ, ഇതൊക്കെ പൊളിഞ്ഞു വരും. അതേപോലെ തന്നെ ഇതിനൊരു എണ്ണമയമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചൂടുവെള്ളത്തിലേക്ക് ഇടുമ്പോൾ എല്ലാം മാറി കിട്ടും. അപ്പോൾ നമുക്കിനി ഇത് ചൂടുവെള്ളത്തിലേക്ക് ഇട്ടിട്ടൊന്ന് എടുക്കാം. ഇതാ നമ്മുടെ ചൂടുവെള്ളം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഇടുകയാണ്. നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് കഴുകി മറച്ചിട്ട് വീണ്ടും നമ്മൾ ഒന്നും കൂടി കഴുകേണ്ടതാണ്. ചൂടുവെള്ളത്തിൽ തന്നെ വീണ്ടും കഴുകേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇനി രണ്ടാമത്തെ വെള്ളത്തിലേക്ക് ഇടാം. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞ് ഇനി കുറച്ച് നേരം കുതിർത്തി വെക്കണം. അപ്പോഴേ എന്നാലേ ആ തൊലിയൊക്കെ നന്നായി വരുള്ളൂ. നമുക്കിനി കുറച്ച് നേരം കുതിർത്തി വെക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചൂടുവെള്ളത്തിലിട്ട് പെട്ടെന്ന് തൊലി പൊളിഞ്ഞു വരുമെന്ന്. ഇതെന്നാ കാണുന്നുണ്ടല്ലോ എല്ലാവരും, പെട്ടെന്ന് തൊലി പൊളിഞ്ഞു വരുന്നുണ്ട്. ഞാൻ ഇന്നിവിടെ കാഷ്നട്ട് കറി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു തക്കാളി, അതേപോലെ തന്നെ 3 പച്ചമുളക്, കരിവേപ്പില, പിന്നെ ഒരു ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. ഞാനിതാ നമ്മുടെ കാഷ്നട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്, വെള്ളം ഒഴിച്ചിട്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ തക്കാളി, ഉള്ളി, മുറിച്ച് വെച്ചിരിക്കുന്ന എല്ലാം നമുക്ക് ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ തക്കാളി, ഉള്ളി, പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. അപ്പോഴത്തേനും നമുക്ക് തേങ്ങ അരച്ച് വരാം. ഞാനിത് അതിലേക്ക് തേങ്ങ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇത് ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ നമുക്കൊന്ന് നന്നായി ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അതേപോലെ തന്നെ 1 ടീസ്പൂൺ മട്ടൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മട്ടൻ മസാലയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നന്നായി ഇളക്കി കൊടുക്കൊണ്ടിരിക്കാം. കരിയാൻ പാടില്ല, നന്നായി ഇളക്കിക്കൊണ്ടിരിക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിനി നന്നായി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ തേങ്ങ അരച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ഇത് തിളച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം.
ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കാം. ഇനി നന്നായി വെന്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കറി നല്ലോണം തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നന്നായി തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്ക് അതിന് വേണ്ടി കടുക് വറുത്തിട്ടാൽ മതി. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇനി കാര്യമായിട്ടൊന്നുമില്ല. ഇനി കടുക് വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി ആവും. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കടുക് വറുത്തിടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമ്മുടെ കടുക് പൊട്ടിച്ചിട്ട് നമ്മുടെ കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കാഷ്യൂ നട്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കാഷ്യൂ നട്ട് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. സോ ഫ്രണ്ട്സ്, നമ്മുടെ സ്വാദിഷ്ടമായ കാഷ്യൂ നട്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെല്ലാവരും കണ്ടില്ലേ എങ്ങനെയാണ് കറി ഉണ്ടാക്കിയത് എന്നുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ സംഭവം ഈ മാങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ആ കാണുന്ന കമൻറ്റ് ബോക്സിൽ അതിനൊന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അൻടിൽ ദെൻ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.